നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ കറന്റ് അക്കൗണ്ട് കമ്മി GDPയുടെ 1.5% വരെ ഉയരാൻ സാധ്യത. ഇന്ത്യ US വ്യാപാര ചർച്ചകളിലെ പുരോഗതി നിർണായകമാകുമെന്നും ബാങ്ക് ഓഫ് ബറോഡ. US ചൈന വ്യാപാര ചർച്ച ഉടനെന്ന് റിപ്പോർട്ട്. ചർച്ച ആഗോള വിപണികൾക്ക് നിർണായകം. രണ്ടാം പാദത്തിൽ HDFCക്ക് മിതമായ വളർച്ച. വെല്ലുവിളിയായത് പലിശ വരുമാനത്തിലെ കുറവെന്ന് വിദഗ്ധർ. ആഗോള വിപണികളിലെ ലാഭമെടുപ്പിൽ തളർന്ന് സ്വർണവും വെള്ളിയും. US ചൈന വ്യാപാര തർക്കത്തിൽ അയവ് വന്നതും നിക്ഷേപക വികാരത്തെ സ്വാധീനിച്ചു. ഫെഡറൽ ബാങ്കിന്റെ അറ്റാദായത്തിൽ 9.6% ഇടിവ്. 955.26 കോടി രൂപയാണ് രണ്ടാം പാദത്തിലെ അറ്റാദായം. വിശദമായ വാർത്തകൾ നോക്കാം. ഇന്ത്യയുടെ കറന്റ് അക്കൗണ്ട് കമ്മി GDPയുടെ 1.2 മുതൽ 1.5% വരെയായി തുടരും. ഇന്ത്യ US വ്യാപാര ചർച്ചകളിലെ പുരോഗതി നിർണായകമാകുമെന്നും ബാങ്ക് ഓഫ് ബറോഡ. വ്യാപാര കമ്മി വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കയറ്റുമതിയിൽ സ്ഥിരതയുള്ള വളർച്ചയും വൈവിധ്യവൽക്കരണവും പ്രകടമാണ്. ഒരു രാജ്യം കയറ്റുമതിയിൽ നിന്നും മറ്റു വരുമാന സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഇറക്കുമതിക്കായി ചെലവഴിക്കുമ്പോഴാണ് കറന്റ് അക്കൗണ്ട് കമ്മി സംഭവിക്കുന്നത്. നിലവിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ആഭ്യന്തര ആവശ്യം മെച്ചപ്പെടുകയാണ്. മാക്രോ ഇക്കണോമിക് ഘടകങ്ങളും സാമ്പത്തിക നയങ്ങളുമാണ് ഇതിന് കാരണം. ഡിമാൻഡ് ഉയരുമെന്നതിനാൽ ഇറക്കുമതി കൂടുകയാണ്. അതേസമയം താരിഫ് പോലുള്ള പ്രതിസന്ധികൾ കാരണം കയറ്റുമതി വലിയ മുന്നേറ്റം കാണിക്കുന്നുമില്ല. ഇതാണ് കറന്റ് അക്കൗണ്ട് കമ്മി ഉയരാൻ കാരണമെന്നും ബാങ്ക് ഓഫ് ബറോഡയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് വ്യക്തമാക്കി. ആഗോളതലത്തിൽ എണ്ണവില കുറഞ്ഞത് ഇന്ത്യക്ക് ആശ്വാസമാണ്. ആവശ്യമായ എണ്ണയുടെ 80% രാജ്യം ഇറക്കുമതി ചെയ്യുന്നത്. ഇറക്കുമതി ഉയരുമ്പോൾ വില കുറഞ്ഞിരിക്കുന്നത് കമ്മി കുറയ്ക്കാൻ സഹായിക്കും. എങ്കിലും ഇലക്ട്രോണിക്സ് മേഖലയിലടക്കം ഇന്ത്യയുടെ ഏറ്റവും വലിയ ഉപഭോക്താവ് അമേരിക്കയാണ്. അതിനാൽ US-ഉമായുള്ള വ്യാപാര കരാർ കറന്റ് അക്കൗണ്ട് കമ്മി കുറയുന്നതിൽ നിർണായകമാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. US ചൈന വ്യാപാര ചർച്ച ഉടനെന്ന് റിപ്പോർട്ട്. ചർച്ച ആഗോള വിപണികൾക്ക് നിർണായകം. US ചൈന വ്യാപാര യുദ്ധത്തിന്റെ പിന്നാലെ 5ാം റൗണ്ട് ചർച്ചയാണ് അടുത്തയാഴ്ച നടക്കുക. ഇതിനുള്ള സമയമായെന്ന് വ്യക്തമാക്കിയത് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ആണ്. മലേഷ്യയുടെ തലസ്ഥാനമായ കോലാലംപൂരായിരിക്കും ചർച്ചാവേദി. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിന്റെ ഉച്ചകോടി കോലാലംപൂരിൽ നടക്കുന്നുണ്ട്. ഇതിനോടനുബന്ധിച്ചായിരിക്കും US പ്രതിനിധികളും ചൈനയുമായുള്ള ചർച്ചയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ മാസം ആദ്യം ചൈന റെയർ എർത്ത് കയറ്റുമതിക്ക് നിയന്ത്രണം കൊണ്ടുവന്നത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായിരുന്നു. ഇതോടെ വ്യാപാര യുദ്ധം വീണ്ടും കലുഷിതമാകുമെന്ന ആശങ്കയിലായിരുന്നു നിക്ഷേപകർ. എന്നാൽ പുതിയ റിപ്പോർട്ട് ആഗോള വിപണികൾക്ക് ആശ്വാസം പകരുന്നതാണ്. റെയർ എർത്ത് കയറ്റുമതി നിയന്ത്രണവുമായി ചൈന മുന്നോട്ടു പോയാൽ US കടുത്ത രീതിയിൽ തിരിച്ചടിക്കുമെന്നും ബെസന്റ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം കയറ്റുമതി നിയന്ത്രിക്കാനുള്ള തീരുമാനം ചൈന ഉപേക്ഷിച്ചാൽ അധിക തീരുവ ചുമത്തിയ നടപടിയിൽ നിന്ന് US പിന്മാറുമെന്ന സൂചനയും നൽകിയിട്ടുണ്ട്. ചർച്ചയുടെ അജണ്ടയും ഇതായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രണ്ടാം പാദത്തിൽ HDFCക്ക് മിതമായ വളർച്ച. വെല്ലുവിളിയായത് പലിശ വരുമാനത്തിലെ കുറവെന്ന് വിദഗ്ധർ. രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കായ HDFCയുടെ ഈ പാദത്തിലെ അറ്റാദായം 10.8% വർദ്ധിച്ച് 18,641 കോടിയിലെത്തി. സ്ഥിരമായ ലാഭ വളർച്ചയാണ് അറ്റാദായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അറ്റ പലിശ വരുമാനത്തിലെ മുന്നേറ്റം 4.8% ചുരുങ്ങി 31,551 കോടി രൂപ. ഇത് വിപണി പ്രതീക്ഷകൾക്കൊപ്പം എത്തിയില്ല. അതിനാൽ മാർജിനുകളിൽ സമ്മർദ്ദമുണ്ടാവാമെന്നും വിദഗ്ധർ പറയുന്നു. ആസ്തി നിലവാരവും ബാങ്ക് മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. പാദാടിസ്ഥാനത്തിൽ കിട്ടാക്കടം 7.42% കുറഞ്ഞു. വായ്പാ ആവശ്യകത ഉയരുമ്പോഴും കടം തിരിച്ചുപിടിക്കുന്നതിൽ ബാങ്ക് മികവ് പുലർത്തുന്നതിന്റെ സൂചനയാണിത്. ബാങ്കിന്റെ ഇതര വരുമാനത്തിൽ 25% വളർച്ചയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാർഷികാടിസ്ഥാനത്തിലുള്ള വളർച്ചയാണിത്. 14,350 കോടി രൂപയാണ് ഇതര വരുമാനം. ബാങ്കിന്റെ പ്രൊവിഷൻസ് ആൻഡ് കോണ്ടിജൻസീസ് 29.6% മുന്നേറ്റവും നടത്തി. വാർഷികാടിസ്ഥാനത്തിലുള്ള മുന്നേറ്റം 2,700 കോടിയിൽ നിന്ന് 3,500 കോടിയിലേക്ക് എത്തി. ചുരുക്കത്തിൽ ഈ പാദത്തിൽ ബാങ്കിന്റെ മൊത്തത്തിലുള്ള പ്രകടനം സ്ഥിരതയുള്ളതായിരുന്നു, പക്ഷേ ശക്തമായിരുന്നില്ലെന്നുമാണ് റിസൾട്ട് വ്യക്തമാക്കുന്നത്.
ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോള വിപണികളിലെ ലാഭമെടുപ്പിൽ തളർന്ന് സ്വർണവും വെള്ളിയും. US ചൈന വ്യാപാര തർക്കത്തിൽ അയവ് വന്നതും നിക്ഷേപക വികാരത്തെ സ്വാധീനിച്ചു. പുതിയ റെക്കോർഡുകൾ കുറിച്ചെങ്കിലും ലാഭമെടുപ്പ് ശക്തമായതാണ് ഇരുലോഹങ്ങളിലെയും പെട്ടെന്നുള്ള തിരുത്തലിന് കാരണമായത്. ട്രൈ ഔൺസിന് 4300 നിന്ന് $4180 വരെ സ്വർണമെത്തി. US ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് വർദ്ധിച്ചതും വിപണിയെ സ്വാധീനിച്ചിട്ടുണ്ട്. അതേസമയം ഇരുലോഹങ്ങളിലും ബുള്ളിഷ് പ്രവചനം തുടരുകയാണ് ബ്രോക്കറേജുകൾ. സുരക്ഷിത നിക്ഷേപമെന്ന സ്വർണത്തിന്റെ പദവി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കേന്ദ്ര ബാങ്കുകൾ സ്വർണത്തിലെ നിക്ഷേപം ഉയർത്തുകയാണ്. അതിനാൽ സ്വർണത്തിന് സുരക്ഷിത നിക്ഷേപമെന്ന പദവി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും വിദഗ്ധർ പറയുന്നു. കൂടാതെ ട്രംപ് പുടിൻ US ചൈന ചർച്ചകളിൽ സമവായമായില്ലെങ്കിലും സ്വർണവില തിരിച്ചുകയറ്റം തുടങ്ങുമെന്നും അവർ കൂട്ടിച്ചേർത്തു. അതേസമയം റെക്കോർഡ് കുതിപ്പ് നടത്തിയ വെള്ളിവിലയിലെ നിലവിലെ തിരുത്തൽ വാങ്ങൽ അവസരമായി കാണണമെന്നാണ് മാർക്കറ്റ് വിദഗ്ധനായ അജയ് ബഗ പറയുന്നത്. സുരക്ഷിത ലോഹം എന്ന നിലയിലും നിർണായക വ്യാവസായിക വസ്തു എന്ന നിലയിലും വെള്ളിയുടെ പ്രതീക്ഷ സ്വർണത്തേക്കാൾ ശക്തമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഫെഡറൽ ബാങ്കിന്റെ അറ്റാദായത്തിൽ 9.6% ഇടിവ്. 955.26 കോടി രൂപയാണ് രണ്ടാം പാദത്തിലെ അറ്റാദായം. മുൻവർഷം ഇതേ കാലയളവിൽ ഫെഡറൽ ബാങ്കിന്റെ അറ്റാദായം 1056.69 കോടി രൂപയായിരുന്നു. ബാങ്കിന്റെ മൊത്തം നിഷ്ക്രിയ ആസ്തി കുറഞ്ഞു. മുൻവർഷത്തെ 2.09% നിന്ന് 1.83% നിഷ്ക്രിയ ആസ്തി കുറഞ്ഞിട്ടുണ്ട്. പലിശേതര വരുമാനം ഉയർന്നു. പലിശ വരുമാനം 5.4% വർദ്ധിച്ച് 2495 കോടി രൂപയായി മാറി. പലിശേതര വരുമാനവും കുത്തനെ ഉയർന്നു. പ്രവർത്തന ലാഭം 5% വർദ്ധിച്ച് 1644 കോടി രൂപയായി. ആസ്തികളിൽ നിന്നുള്ള വരുമാനം 1.09%. ബാങ്കിന്റെ മൊത്തം വരുമാനം വർഷം തോറും 3.8% വർദ്ധിച്ച് 7824.3 കോടി രൂപയായി. 2025 സെപ്റ്റംബർ 30 കണക്കനുസരിച്ച് ഫെഡറൽ ബാങ്കിന്റെ മൊത്തം നിക്ഷേപങ്ങളിൽ വർധനയുണ്ട്. വർഷം തോറും 7.4% വർദ്ധിച്ച് നിക്ഷേപങ്ങൾ 2.89 ലക്ഷം കോടി രൂപയായി. മൊത്തം വായ്പകൾ 6.2% വർദ്ധിച്ച് 2.45 ലക്ഷം കോടി രൂപയിലെത്തി. കറണ്ട് അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട് നിക്ഷേപങ്ങൾ 89,591 കോടി രൂപയുടേതാണ്. 10.7% വർധന. കറണ്ട് അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ട് അനുപാതം 94 ബേസിസ് പോയിന്റ് വർദ്ധിച്ച് 31.01% ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. ഗ്രാമിന് 175 രൂപയും പവന് 1400 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ സ്വർണം ഗ്രാമിന് 11,995 രൂപയും പവന് 95,960 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും ഇടിവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 140 രൂപ കുറഞ്ഞ് 9,865 രൂപയിലാണ് വ്യാപാരം നടന്നത്. വെള്ളിവിലയിലും ഇടിവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 2 രൂപ കുറഞ്ഞ് 194 രൂപയിലാണ് വ്യാപാരം. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ കറന്റ് അക്കൗണ്ട് കമ്മി GDPയുടെ 1.5% വരെ ഉയരാൻ സാധ്യത. ഇന്ത്യ US വ്യാപാര ചർച്ചകളിലെ പുരോഗതി നിർണായകമാകുമെന്നും ബാങ്ക് ഓഫ് ബറോഡ. US ചൈന വ്യാപാര ചർച്ച ഉടനെന്ന് റിപ്പോർട്ട്. ചർച്ച ആഗോള വിപണികൾക്ക് നിർണായകം. രണ്ടാം പാദത്തിൽ HDFCക്ക് മിതമായ വളർച്ച. വെല്ലുവിളിയായത് പലിശ വരുമാനത്തിലെ കുറവെന്ന് വിദഗ്ധർ. ആഗോള വിപണികളിലെ ലാഭമെടുപ്പിൽ തളർന്ന് സ്വർണവും വെള്ളിയും. US ചൈന വ്യാപാര തർക്കത്തിൽ അയവ് വന്നതും നിക്ഷേപക വികാരത്തെ സ്വാധീനിച്ചു. ഫെഡറൽ ബാങ്കിന്റെ അറ്റാദായത്തിൽ 9.6% ഇടിവ്. 955.26 കോടി രൂപയാണ് രണ്ടാം പാദത്തിലെ അറ്റാദായം. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.